ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവ് നടത്തിയ ഒരു പ്രസ്ഥാനം അല്ലെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം അത് വലിയ ചർച്ചാ വിഷയമായി മാറി. സുപ്രീം കോടതിയിൽ വരെ പരാതിയുമായി എത്തി. എന്തായിരുന്നു സംഭവം അതിൻ്റെ? അല്ല, അദ്ദേഹം നാട്ടിൽ ഭൂരിപക്ഷത്തിൻ്റെ ഭരണമാണ് വരേണ്ടതെന്നും ഏക സിവിൽ കോഡ് താമസിയാതെ വരുമെന്നും പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് പത്രത്തിൽ അവിടെ ഇവിടെയൊക്കെ വന്ന വാർത്തയെ ഞാനും കണ്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആക്ച്വൽ പ്രസംഗം എന്തായിരുന്നു എന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അതെന്തായിരുന്നെങ്കിൽ തന്നെയും ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. കഴിഞ്ഞ മാസം കർണാടകയിലെ ഒരു ഹൈക്കോടതി ജഡ്ജി പോലീസിനോട് ചോദിച്ചിരുന്നു, നിങ്ങൾ ആ സംഭവ സ്ഥലത്ത് പോകാത്തത് എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, അവിടെ മുസ്ലിങ്ങൾ ക്ഷുഭിതരായിട്ട് നിൽക്കുകയാണ്, അവരാണ് അവിടെ ഭൂരിപക്ഷം. അപ്പോൾ കോടതി ചോദിച്ചു, അതെന്താ പാകിസ്ഥാനോ എന്ന് ചോദിച്ചു. അതിലും ഇതുപോലെ ബഹളം നടന്നു. സുപ്രീം കോടതി ഇടപെട്ടു. വാസ്തവത്തിൽ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രശ്നം തീർക്കാനായിട്ട് ആ ജഡ്ജി അപ്പം തന്നെ മാപ്പ് പറഞ്ഞ് അതങ്ങ് ഇഷ്യൂ സോൾവ് ചെയ്തു. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിരുന്നില്ല വാസ്തവത്തിൽ. പക്ഷേ ഹൈക്കോടതി ജഡ്ജിമാരൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണില്ല. അപ്പോൾ അവർ ചെയ്യുന്നത് അതിനെ ചൊല്ലി ഒരു വിവാദം ഇങ്ങനെ പോകുന്നത് ഭംഗിയല്ല. അതുകൊണ്ട് അവർ അപ്പം തന്നെ അപ്പോളജി പറഞ്ഞിട്ട് അതങ്ങ് ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഈ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഈ ഭൂരിപക്ഷത്തിൻ്റെ കാര്യം സംസാരിക്കുന്ന ഒരു അപരാധമായിട്ട് നിലനിൽക്കുന്നു ഇപ്പോഴും ഇന്ത്യയിൽ. ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുക, ഭൂരിപക്ഷത്തിന് വേണ്ടി സംസാരിക്കുക, ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ടേ സംസാരിക്കുകയുള്ളൂ. ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി പറയുമെന്ന് വെച്ചോ, ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലാകെ കുഴപ്പത്തിലാണ്, അവരെ സഹായിക്കാൻ ആരുമില്ല, അവർക്കെതിരെ ഭരണാധികാരികൾ പുറംതിരിഞ്ഞ് നിൽക്കുന്നു. ഇതേ ആൾക്കാർ കൈയടിച്ചേനെ അല്ലേ, വലിയ സ്വീകാര്യത ലഭിക്കും, വലിയ സ്വീകാര്യത ലഭിക്കും. ഇതിപ്പം ഈ വശം പറഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നം. സുപ്രീം കോടതിയും കണ്ണു തുറക്കുന്നത് അതുകൊണ്ടാണ്. മറ്റേ കാര്യം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സുപ്രീം കോടതി കേട്ടില്ലെന്ന് നടിക്കും. സുപ്രീം കോടതിക്ക് ഇപ്പോൾ ഇദ്ദേഹത്തോട് എന്ത് ചെയ്യാൻ ഒരു വിശദീകരണം ചോദിക്കും. നിങ്ങൾ പൊതുപ്രസംഗങ്ങൾ നടത്തുമ്പോൾ കുറച്ചുകൂടെ സൂക്ഷിക്കണം എന്ന് പറയും. കഴിഞ്ഞു. അതിനപ്പുറത്തേക്കൊന്നുമില്ല. കർണാടകയിലെ ഹൈക്കോടതി ചെയ്ത പോലെ അലഹബാദ് ഹൈക്കോടതിക്കും വേണമെങ്കിൽ ഐ എം സോറി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ചിലപ്പോൾ അത് പറയാതെ അദ്ദേഹം കടുത്ത നിലപാടിലേക്ക് ദേ ഇരിക്കുന്നു നിൻ്റെ രാജി എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തെന്നും വരും. ഹി ക്യാൻ ഡു ബോത്ത്. കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ്. ഈ മനുഷ്യനെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. സുപ്രീം കോടതിക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അത് ട്രാൻസ്ഫർ ചെയ്യുമോ, അതൊക്കെ വലിയ പ്രശ്നമായിട്ട് മാറും. ഇതുപോലെ സുപ്രീം കോടതിയെ വിമർശിക്കുകയും സുപ്രീം കോടതി ജഡ്ജിക്ക് സമൻസ് അയക്കുകയും ഒക്കെ ചെയ്ത ഒരു ജഡ്ജുണ്ടായിരുന്നു മദ്രാസ് ഹൈക്കോടതി. അദ്ദേഹത്തെ സുപ്രീം കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞു. അങ്ങേര് പോയില്ല. സുപ്രീം കോടതി വാറണ്ട് അയച്ചു. ഇങ്ങനെ ഒളിച്ചു കളഞ്ഞു. വലിയ പ്രശ്നമായി. അവസാനം ആ മനുഷ്യന് ദയ തോന്നിയിട്ട് അങ്ങേര് രാജിവെച്ച് പുറത്തുപോയി, ജസ്റ്റിസ് കർണൻ. അപ്പോൾ ഹൈക്കോടതി ജഡ്ജി ഇടഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഗുരുവായൂർ കേശവൻ ഇടയുന്ന പോലെയാണ്. അല്ല, ഇവിടെ ഹിന്ദുസ്ഥാനിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പിന്നെ കൂടാതെ ഈ ഏക സിവിൽ കോഡ് എന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു 4 കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ അവർ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീയെ വിവാഹം കഴിക്കാനായിട്ട് മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്ത് അത് ഡിവോഴ്സ് ചെയ്ത്, ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ രഹസ്യമായ കാര്യമാണ്. ഇതിപ്പോൾ പൊതുജനങ്ങൾ അറിയുന്നു അല്ലെ വെളിവാക്കപ്പെടുന്നു. ഇതാണ് അവരുടെ പ്രശ്നം. ശരിക്കും അവരുടെ പ്രശ്നം അതൊന്നും അല്ല. അതല്ല, അവർക്ക് ഹിന്ദുവിൻ്റെ ഭാഗം പറഞ്ഞുകൂടാ. അതും ഒരു ഹൈക്കോടതി ജഡ്ജി പറയുമ്പോൾ അതിനൊരു ക്രെഡിബിലിറ്റി വർദ്ധിക്കുകയാണില്ല. ഇപ്പോൾ ഹിന്ദു എന്നൊരു ജനവിഭാഗം ഉണ്ടെന്നും അവർക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്നും അവർക്ക് ചില അജണ്ടയുണ്ടെന്നും ഹൈക്കോടതി ജഡ്ജി വെളിപ്പെടുത്തുമ്പോൾ അതിന് ക്രെഡിബിലിറ്റിയായി. ഇതാണ് ഇവരെ വിഷമിപ്പിക്കുന്നത്. ഇവിടെ ഹിന്ദു നാക്കുപൊക്കാൻ തുടങ്ങിയോ? കാരണം ഇവിടുത്തെ തമ്പുരാന്മാർ നമ്മളാണ്, അതായത് മുസ്ലിങ്ങളും പിന്നെ മുസ്ലിങ്ങളെ സഹായിക്കുന്ന സെക്യുലർ ഹിന്ദുക്കളും. ഇതാണ് ഇന്ത്യയിലെ നരേറ്റീവ് തീരുമാനിക്കുന്നത് അവരാണ്. അതല്ലാതെ വേറൊരു നരേറ്റീവ് ആരെങ്കിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യനെ അവർ ടാർഗറ്റ് ചെയ്യും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പോൾ ഈ കോടതി വിധിയാണെങ്കിൽ പോലും ഇപ്പം മുസ്ലിം ന്യൂനപക്ഷത്തിന് വേണ്ടി ഒരു വിധി എന്ന് പറയുമ്പോൾ ഒരു നിലപാടും ഭൂരിപക്ഷമായി ഹിന്ദുക്കൾക്ക് വേണ്ടി എന്നുള്ളതാകുമ്പോൾ അത് അത്ര ഒരു പ്രാധാന്യം കൊടുക്കാത്ത വിധി അങ്ങനെയല്ലേ കുറേ കാലമായി പ്രാധാന്യമൊക്കെ കൊടുക്കും. ഹിന്ദുക്കളെ ദ്രോഹിക്കുന്ന വിധി വന്നു കഴിഞ്ഞാൽ അതിന് പ്രാധാന്യം കൊടുക്കും. ദ്രോഹിക്കുന്ന വിധി വന്നു കഴിഞ്ഞാൽ
ഇപ്പോൾ ഗുരുവായൂർ ഏകാദശി എന്തോ ഒരു അതെ അതെ ചടങ്ങ് മാറ്റിയില്ലേ? സൂര്യാസ്തമയ പൂജ. ഉദയാസ്തമയ പൂജ അത് മാറ്റി അത് ആഘോഷിക്കപ്പെട്ടില്ലേ? ഇപ്പോൾ ആ പാവങ്ങൾ കുറച്ച് പേര് സുപ്രീം കോടതി പോയി, സുപ്രീം കോടതി അതിൽ ഇടപെടാൻ വിസമ്മതിച്ചു തൽക്കാലം. അപ്പോഴത്തേക്ക് ഇത് അവർക്ക് തള്ളിയിട്ടില്ല, അപ്പോഴത്തേക്ക് ഇത് കഴിയുമല്ലോ. അപ്പം സംഗതി വിചാരിച്ച കാര്യം നടന്നു. അവർക്ക് ഉദയാസ്തമന പൂജ മുടക്കണമെന്നുണ്ടായിരുന്നു, അതവർ മുടക്കി. അത് നടന്നു. ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതി ക്ലവറായിട്ട് ഉദയാസ്തമന പൂജ ഒരു വഴിപാട് മാത്രമാണെന്നും അത് ആചാരമല്ലെന്നും വഴിപാട് മാറ്റാൻ ദേവസ്വം കമ്മിറ്റിക്ക് അവകാശമുണ്ടെന്നും പറഞ്ഞിട്ട് അവരൊരു പഴുത് കണ്ടുപിടിച്ചു, രക്ഷപ്പെടുത്തി കൊടുത്തു. ഇവർ സുപ്രീം കോടതി പോയി കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ഇപ്പം അതിലിടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞു, ഉദ്ദേശം നടന്നു. അതൊക്കെ വാർത്തയാണ്. ആനയെ 3 മീറ്റർ അകലത്തിൽ നിർത്തണം. അപ്പോൾ അതിന് ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ 3 മീറ്റർ നീളമുള്ളൊരു സ്കെയിലുമായിട്ട് ഓരോ ആനയുടെയും 2 ആനകളുടെ നടുക്ക് ഒരാൾ നിൽക്കണം. കൃത്യം 3 മീറ്റർ കഴിഞ്ഞാൽ പ്രശ്നമായി. ഈ സ്കെയിലിൽ തട്ടാതെ ആനയെ നിർത്തണം. ഇങ്ങനെ എഴുന്നള്ളത്ത് കാണുന്നതിന് പകരം ഇയാൾ ഈ 3 മീറ്റർ തെറ്റിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ. ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ കോടതിയെ ഞാൻ കുറ്റം പറയും. കോടതിക്ക് ഇവരൊരു നിയമം പാസ്സാക്കി കൊടുത്തു 2012 നാട്ടാന പരിപാലന നിയമം. അത് പാലിക്കുന്നു മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ആനകളെ അകലത്തിൽ നിർത്തണം എന്ന് പറഞ്ഞു. എത്ര അകലം എന്ന് പറഞ്ഞിട്ടില്ല. ആ അകലം കോടതി അങ്ങ് സ്പെസിഫൈ ചെയ്തത് 3 മീറ്റർ. ഇതാണ് സംഭവം. അപ്പോൾ 3 മീറ്റർ ഉള്ളത് 2.25 മീറ്റർ ആയിപ്പോയി എന്ന് പറഞ്ഞ് തൃപ്പൂണിത്തുറയിലെ അയാളെ തൂക്കിക്കൊല്ലാൻ പോവുകയാണിപ്പോൾ. അയാൾ മാപ്പൊക്കെ പറഞ്ഞു, ദൈവമേ അബദ്ധവശാൽ പറ്റിപ്പോയതാണ്, മനഃപൂർവ്വം ചെയ്തതല്ല, ഇനി ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക. എന്നാലും വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ഇപ്പുറത്തോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സുഖമായിട്ട് ഹൈക്കോടതിയോട് പൊടാപ്പില്ല എന്ന് പറഞ്ഞിട്ട് റോഡ് ബ്ലോക്ക് ചെയ്ത് കാര്യങ്ങൾ നടത്തുന്നു. അവർക്കെതിരെ വിധി പറഞ്ഞാണ് ശുംഭൻ കൈയും പൊടാന്ന്. അവർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. ഫ്ലക്സ് വയ്ക്കരുത് എന്ന് ഹൈക്കോടതി. ആര് കേൾക്കാൻ? അമ്പലത്തിൽ കൊണ്ടുപോയി ഫ്ലക്സ് വെച്ചു, ദേവസ്വം ബോർഡിൻ്റെ അമ്പലത്തിൽ. അപ്പോൾ കോടതി പറഞ്ഞു, ഇതെന്താ അമ്പലത്തിൽ ഫ്ലക്സ് വെച്ചിരിക്കുന്നത്, അതെടുത്ത് മാറ്റിയത്. ആരെടുത്ത് മാറ്റാൻ? ഹൈക്കോടതി ജഡ്ജിക്ക് പോയി അമ്പലത്തിൽ നിന്ന് ഫ്ലക്സ് അടിച്ച് മാറ്റാൻ പറ്റുമോ? ഉത്തരവിടാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഈ നടക്കുന്നിടത്ത് നടക്കുന്നുണ്ട്, അല്ലാത്തടത്ത് ഹിന്ദുക്കൾ പറഞ്ഞാൽ കേൾക്കുന്നു എന്നുള്ളത്. പറഞ്ഞാൽ അനുസരണയുള്ള ജന്തുവാണ് ഹിന്ദു. അതുകൊണ്ട് അവനോട് പറയുന്നു. നമ്മൾ രണ്ടുപേരും ഒരു പ്രത്യേക എത്രയോ ഓഫീസിലൊക്കെ സിനിജിയും വർക്ക് ചെയ്തിട്ടില്ലേ. ജോലി ചെയ്യുന്ന ഒരുത്തൻ അവന് കൂടുതൽ ജോലി കൊടുത്തുകൊണ്ടിരിക്കും. അതെ, മറ്റവന് കൊടുക്കില്ല. കാരണം അവനൊരു ഉടക്കനാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, സിനിജിക്ക് കൊടുക്കും. സാറേ സിനിജിക്ക് ഇന്നലെ തന്നെ ഒരുപാട് ജോലിയാണ്, ഇവിടെ പ്രശ്നമില്ല, പുള്ളി മിണ്ടാതെ ചെയ്തോളൂ. ഇവൻ്റെ അടുത്ത് പറയുമ്പോൾ ഇവൻ 100 തടസ്സവും വഴക്കും പ്രശ്നമാണ്, അവൻ്റെ അടുത്ത് പറയണ്ട. അങ്ങനെ നല്ല മനുഷ്യൻ്റെ പുറത്ത് കൂടുതൽ നിയമവും ജോലിയൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഹിന്ദു സമാജത്തിന് സംഭവിക്കുന്നത്. ഈ ഹിന്ദു സമാജത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സ്വരം ആരെങ്കിലും പുറപ്പെടുവിച്ചാൽ അയാളെ ഉപദ്രവിക്കാൻ ആൾ കൂടും, സുപ്രീം കോടതി അടക്കം. അതാണ് ഈ അലഹാബാദ് ഹൈക്കോടതി ജഡ്ജിക്ക് സംഭവിച്ചത്. ഇതാണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിനും അറിയാം കേട്ടോ, അദ്ദേഹത്തിനും അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കും നമുക്ക് നോക്കാം. മിക്കവാറും ഒരു അപ്പോളജിയോ വല്ലതും കൊടുത്തങ്ങ് സെറ്റിൽ ചെയ്ത് വിടുകയാണ് പതിവ്. അങ്ങനെ വേണം അത് തീർക്കാനുമല്ല, അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോയിട്ട് ആർക്കും പ്രയോജനമൊന്നുമില്ല. ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു ഹൈക്കോടതി ജഡ്ജി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത തന്നെ. ശരിക്കും പറഞ്ഞാൽ ഈ അഭിഭാഷകരെല്ലാം കൂടെ ചേർന്ന ഒരു സംഘടന ഉണ്ടാവുമല്ലോ, ആ സംഘടനയിൽപ്പെട്ട അവർ ഈ പറയുന്ന VHPയിൽ അംഗങ്ങളായിരിക്കാം. അവർ പങ്കെടുത്ത പരിപാടിയിൽ ജഡ്ജിയൊക്കെ പങ്കെടുത്തു. പക്ഷേ ഈ വാർത്തകൾ വന്നപ്പോഴത്തേക്കും VHP പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഹിന്ദുസ്ഥാൻ ഭൂരിപക്ഷ പ്രദേശമായ ജനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താ വാർത്ത സൃഷ്ടിക്കപ്പെടുന്നത്? ഈ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ യോഗത്തിൽ ജഡ്ജിക്ക് പോയി കൂടാനൊന്നുമില്ല. ജഡ്ജിക്ക് പോകാം. ഇവിടെ കാഞ്ഞിരമറ്റം പള്ളി ഉറൂസോ ചന്ദനക്കുടം, അവിടെ സിറ്റിംഗ് ജഡ്ജി പോയി പ്രസംഗിച്ചു. കേരള ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജി പ്രസംഗിച്ചതിൻ്റെ ആ പ്രസംഗം യൂട്യൂബിൽ കിടപ്പുണ്ട്. പ്രസംഗത്തിൽ ഈ പറഞ്ഞ വിവാദവും സംഗതിയൊന്നുമില്ല, ബട്ട് പ്രസംഗിച്ചു. അത് അവർ യൂട്യൂബിൽ ഇടുകയും ചെയ്തു. അപ്പോൾ മതപരമായ സംഘടനയുടെയോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെയോ അതിൻ്റെയോ ഒന്നും ഇതിൽ ജഡ്ജി പോയി കൂടാന്ന് ഒരു നിയമവുമില്ല. ജഡ്ജിക്ക് പോകാം. വിശ്വ ഹിന്ദു പരിഷത്തിൽ പോയി എന്നുള്ളത് കുറ്റമല്ല, ഈ പ്രസംഗിച്ചു എന്നുള്ളതും കുറ്റമല്ല. പക്ഷേ അത്രയും വേണ്ടിയിരുന്നോ എന്ന് സുപ്രീം കോടതിക്ക് ചോദിക്കാം. നിങ്ങളിങ്ങനെ പ്രസംഗിച്ച് നാട്ടിൽ ബഹളം ഉണ്ടാകും. ഞാൻ എന്ത് ചെയ്തു സാറേ, ഞാനിതല്ലേ പറഞ്ഞുള്ളൂ, അത്രയേ ഉള്ളൂ. പക്ഷേ
ബഹളം കേട്ടില്ലേ. സോ കഴിയുന്നത്ര ആളുകളെ പ്രകോപിപ്പിക്കാതെ സംസാരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ശരി, അങ്ങനെ അവസാനിക്കും. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു പ്രശ്നം അതിൻ്റെ പുറത്തേക്കല്ലേ ചാടി വീണത്? ശരിക്കും അതെന്തിനാണ് നിങ്ങൾ കയറി ഇടപെടുന്നത് എന്നുള്ളതിന് അല്ല, സുപ്രീം കോടതി തിരിച്ച് ചോദിക്കണ്ടേ? ഇവർ ഈ ഓടി സുപ്രീം കോടതിയിൽ ചെല്ലുമ്പോൾ സുപ്രീം കോടതി പറയും വാട്ട് ഈസ് ദിസ്, ആരോ എവിടെയോ പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ നോ 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 വി ആർ നോട്ട് ഗോയിങ് ടു ലിസൺ ടു ദിസ്, കേസെടുക്ക്. അന്നത്തെ കേസ് ഇത് 2 or 3 തവണ സുപ്രീം കോടതി ചെയ്താൽ ഇതങ്ങ് നിൽക്കും. ബട്ട് സുപ്രീം കോടതി അത് ചെയ്യുന്നില്ല. ഇവർ രാവിലെ വന്ന് ബഹളം വെച്ച് കഴിയുമ്പോൾ സുപ്രീം കോടതി എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ഇടപെടുന്നതുകൊണ്ട് അവർ കൂടുതൽ ബഹളം വയ്ക്കുന്നു. ഇത് മൈൻഡ് ചെയ്യില്ല സുപ്രീം കോടതി നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ ബഹളം മെല്ലെ അടങ്ങിക്കോളും. ബട്ട് അത് സുപ്രീം കോടതി അത് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി ശേഖർ കുമാർ യാദവിൻ്റെ നിലപാടാണ് നിർണായകം അല്ലേ? അതെ, അത്രയ്ക്കൊന്നും ആ വിവാദം പോകാൻ പോകുന്നില്ല. അവർ തമ്മിൽ സംസാരിച്ച് ഇന്ന് അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി ഇതിനോടകം ചിലപ്പോൾ ഡൽഹിയിൽ എത്തിക്കാണും, ചീഫുമായിട്ട് കാണും, ചായ കുടിക്കും, സംസാരിക്കും, ഒക്കെ ഫൈൻ, അവിടെ വിട്ടേക്കാം, കഴിഞ്ഞു. ഇങ്ങനെ ആയിരിക്കും മിക്കവാറും അത് തീരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.